ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഗോപികയാണ്. കുറച്ച് ദിവസം മുന്നേ ഞാൻ കമ്മ്യൂണിറ്റിയിൽ Q&A പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമോ എന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ സ്പോട്ടിൽ വോയിസ് ഓവർ ചെയ്തത് ക്ലിയർ ആയില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ റീറെക്കോർഡ് ചെയ്യുന്നത്. ഫസ്റ്റ് എനിക്കൊന്ന് കുളിച്ച് ഫ്രഷാണ്. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഒന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് വരാം. ഒന്ന് ഫ്രഷ് ആവണം, ഒന്ന് ഫേസൊക്കെ ക്ലെൻസ് ചെയ്യാനുണ്ട്. സോ ഞാൻ റെഡി ആയിട്ട് വരാം. ഫേസ് വാഷാണ് കേട്ടോ ഞാനിപ്പോൾ കറൻലി ഫേസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അടിപൊളി ഫേസ് വാഷാണ്. നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ചെയ്യാനും ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഗുഡ് വൈബ്സിൻ്റെ പപ്പായ ഫേസ് വാഷാണിത്. ഞാൻ ഉപയോഗിച്ച് തീരാറായി. അപ്പോൾ ഞാൻ വേറെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഗുഡ് വൈബ്സിൻ്റെ തന്നെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഡ്രിങ്ക് കഴിക്കും കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചിയാ സീഡ്, ഹണിയൊക്കെയാണ്. നമ്മുടെ സ്കിന്നിനും പിന്നെ ഡൈജഷനൊക്കെ നല്ലതാണ് ഈ ഒരു ഡ്രിങ്ക്. ഇനി ഒരു 15 to 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പരിപാടികളുണ്ട്. ഞാനൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെയിലി PDF ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് അയച്ചു തരും. നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്കിരുന്ന് പഠിച്ചാൽ മതി. മോർണിംഗ് ഈ ഒരു ടൈം കൂടെയാണ് ഞാൻ മിക്കപ്പോഴും ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഈ ഒരു മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഡെയിലി യൂസിന് പറ്റിയൊരു ബെസ്റ്റ് മോയ്സ്ചറൈസർ തന്നെയാണ് ഇത്. പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. സ്കിൻ നല്ല ഫ്രഷ് ആൻഡ് സ്മൂത്തായിട്ട് വെക്കും. ബോഡി ലോഷനായിട്ട് യൂസ് ചെയ്യുന്നത് മാമ എർത്തിൻ്റെ ഉപ്താൻ മോയ്സ്ചറൈസിങ് ബോഡി ലോഷനാണ് കേട്ടോ. ഇത് സ്കിൻ നല്ല ഗ്ലോ ചെയ്യാനും ടാൻ അടിക്കാതിരിക്കാനും സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് മോയ്സ്ചറൈസായിട്ട് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രൊഡക്റ്റ് തന്നെയാണിത്. നല്ലൊരു ഫ്രാഗ്രൻസ് തരുന്നൊരു ബോഡി ലോഷൻ കൂടിയാണ് കേട്ടോ. ഡെയിലി 5 മിനിറ്റ്സോളം ഞാൻ പ്രെയറിന് വേണ്ടി ടൈം മാറ്റി വെക്കാറുണ്ട്. 5 മിനിറ്റ്സ് അല്ല, തോന്നുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും. ഇതിപ്പോൾ ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു തക്കുട് കുട്ടനാണ്, എൻ്റെ പെറ്റാണ്. ലാബാണ് ബ്രീഡ്. പിന്നെ രാവിലെ തന്നെ മുറ്റത്ത് മുളകൊക്കെ ഉണക്കായിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് പ്ലഷർ തരുന്നൊരു കാര്യമാണ് ഈ പെറ്റ്സിനെയൊക്കെ ഡീൽ ചെയ്യുക, പെറ്റ്സിന് ഫുഡ് കൊടുക്കാമെന്നൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സിനെ വളർത്താനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫിഷ് ടാങ്ക് ഉണ്ട്, കുറച്ച് ബേബി ഫിഷസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിപ്പോൾ മഴ പെയ്തത് കൊണ്ടാണ് കേട്ടോ ഫിഷ് ടാങ്ക് ക്ലിയർ ആവാതിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ക്ലീനായിട്ട് തന്നെയാണ് എല്ലാം നോക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയറ് കറിയും പപ്പടവുമായിരുന്നു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ശേഷം ഞാൻ ഒരു ഗ്ലാസ് കോഫി കുടിച്ചായിരുന്നു. കോഫി, ടീ ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്ക്സാണ്. ഞാൻ പക്ക ഒരു ടീ ലവറാണ് കേട്ടോ. എപ്പോൾ എനിക്ക് ചായ തന്നാലും ഞാൻ നന്നായിട്ട് കുടിക്കും, ആസ്വദിച്ച് തന്നെ കുടിക്കും. ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചൊരു മൂവിയൊക്കെ കണ്ട് ചായ കുടിക്കാൻ നല്ല അടിപൊളി വൈബാണ്. അതിനുശേഷം എനിക്ക് പെര അടിക്കാനുണ്ടായിരുന്നു. നമ്മളിവിടെ പെര അടിക്കുക, പെര തൂക്കുക എന്നൊക്കെ പറയുന്നത് വെച്ചാൽ വീട് ക്ലീനാക്കി അടിച്ച് വാരി കളയുക, അതാണ് സംഭവം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിൽ വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് എപ്പോഴാണ് വെയിൽ വരണേന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ തൈകൾക്ക് കുറച്ച് സൺലൈറ്റ് കൊടുക്കാനായിട്ട് ഞാൻ പുറത്തെടുത്ത് വെച്ചായിരുന്നു. പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പഠിക്കാനിരുന്നായിരുന്നു. ഞാനങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നും അല്ല, ഇതിപ്പോൾ ഒരു എക്സാമിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പഠിക്കാനിരിക്കുന്നത്. അങ്ങനെ ടൈമിംഗ് ഒന്നുമില്ല, എനിക്ക് ടൈം കിട്ടുമ്പോഴത്തേക്കും ഞാൻ ഇതിനു വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ് അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്കും കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ പാത്രമൊക്കെ കഴുകി അപ്പോഴത്തേക്കും നമ്മുടെ ലഞ്ചിനുള്ള ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡിയാണ്. ലഞ്ചിന് കഴിക്കാനായിട്ട് ചോറുണ്ടായിരുന്നു, പിന്നെ കറികളായിട്ട് ഇത് ചക്കപ്പുഴുക്കാണ്, പിന്നെ പടവലങ്ങ പരിപ്പ് കറി ഉണ്ടായിരുന്നു, പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു. മീൻ കറിക്ക് കരിമീനായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ഉണക്കമീൻ ഫ്രൈ ആണ്. പിന്നെ ഉണ്ടായിരുന്നത് പയർ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, മാങ്ങാച്ചാറുമായിരുന്നു നമ്മളുടെ ഇന്നത്തെ കറികളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. അതിനുശേഷം നമ്മുടെ വേറൊരു പെറ്റാണ് ചക്കിയും കുട്ടികളും. അവർക്ക് നമ്മൾ ഫുഡ് കൊടുത്തായിരുന്നു. നമ്മൾ വേസ്റ്റ് ഒന്നും കൊടുക്കത്തില്ല, ഫ്രഷ് ആയിട്ടുള്ള ഫുഡൊക്കെ തന്നെ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ചോദ്യം വരാമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഒരു മൂവിയൊക്കെ കണ്ട് റിലാക്സ് ആയിട്ടിരുന്നു. TV-യിൽ ഏത് മൂവിയായിരുന്നു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ.
ഉച്ചയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും നല്ല ചൂട് കട്ടൻ ചായയും പഫ്സ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പിന്നെ അധികം അങ്ങനെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. വിളക്ക് വെച്ചായിരുന്നു, ഒന്ന് പ്രെയർ ചെയ്തു. പിന്നെ പിന്നെ നമ്മൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് പറ്റുന്ന കാര്യങ്ങളെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഡിന്നറിനുള്ള പരിപാടിയാണ് നോക്കിയത്. ഡിന്നറിന് കഴിക്കാനായിട്ട് ചപ്പാത്തിയും എഗ് കറിയായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എന്ന് പറയാനായിട്ട്. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് ഫേസൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്ത് മുടി ഒന്ന് കെട്ടണം. ഇനി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത്രയോളം അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനായിട്ട്. ഇപ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.